വണ്ടി ജമ്പ് ചെയ്യും. ആ ജമ്പ് ചെയ്യാതിരിക്കണമെന്നാണെങ്കിൽ എന്ത് ചെയ്യണത്? ഈ ക്ലച്ചിനെ അമർത്തി പിടിക്കുന്നത്. അപ്പം ആ ന്യൂട്രൽ സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, എപ്പോഴും നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിന് സീറ്റ് ബെൽറ്റ് ഇടുന്നു, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു, മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ബ്രേക്കും ക്ലച്ച് അമർത്തി കീ ഓൺ ചെയ്യുന്നു. അകത്തുള്ള മഞ്ഞ ലൈറ്റുകൾ ഓഫ് ആയതിനു ശേഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവൂ. അതെന്താ ഗുണം? നമ്മൾ കമ്പ്യൂട്ടർ എങ്ങനെ മൗസ് എപ്പോഴാണ് വർക്കാവുന്നത്? CP ഓണായ ഉടനാവോ? ഇല്ല, ബൂട്ടാവണ്ടേ? ബൂട്ടാവാൻ സമയം കൊടുക്കണ്ടേ? അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളെ വണ്ടിക്ക് ഇതുപോലെ കുറേ സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ യെല്ലോ ലൈറ്റ് എല്ലാം ഓഫ് ആവുന്നത്. അപ്പോൾ കീ ഓൺ ചെയ്തതിന് ശേഷം അകത്തുള്ള യെല്ലോ ലൈറ്റ് എല്ലാം ഓഫ് ആയതിനു ശേഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവൂ, ക്രാക്ക് ചെയ്യാവൂ. ആ സമയത്ത് ഒരിക്കലും നമ്മൾ ആക്സിലേഷൻ കൊടുക്കാൻ പാടില്ല. എന്തോ കാരണം? സ്റ്റാർട്ട് ചെയ്തോടെ തന്നെ നമ്മൾ ആക്സിലേഷൻ കൊടുത്ത് എന്ത് സംഭവിക്കും? നമ്മൾ തലേ ദിവസം രാത്രി ഡ്രൈവ് ചെയ്ത് വന്നു, അപ്പോൾ എഞ്ചിൻ വർക്കാണ്. എഞ്ചിൻ വർക്കാകുമ്പോൾ എന്ത് സംഭവിക്കും? എഞ്ചിനകത്ത് എന്തൊക്കെ ഉള്ളത്? എഞ്ചിൻ ഓയിലുണ്ട്. ഈ എഞ്ചിൻ ഓയിൽ വർക്ക് ചെയ്ത് എഞ്ചിൻ്റെ പല ഭാഗത്തും ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എഞ്ചിൻ്റെ ഓരോ പാർട്ടിലും എന്തായിരിക്കും? ഈ ഓയിലിൻ്റെ അംശം വന്ന് അതെല്ലാം വെറ്റായിരിക്കും. എഞ്ചിൻ റണ്ണായിക്കൊണ്ടിരിക്കുമ്പോൾ എഞ്ചിൻ ഓഫ് ചെയ്തു, രാത്രി ഷെഡിൽ വന്നു, എഞ്ചിൻ ഓഫ് ചെയ്തു, എഞ്ചിൻ ഡെഡ്. അപ്പോൾ ആ ഓയിലിൻ്റെ അവസ്ഥ എന്തായിരിക്കും? എല്ലായിടം നിൽക്കുമോ? എന്തായിരിക്കും? അപ്പോൾ എഞ്ചിൻ ഓയിൽ എവിടെ പോയി നിൽക്കും? നമ്മളൊരു വെളിച്ചെണ്ണ ഒരു ബോട്ടിൽ നിങ്ങൾ തിരിച്ചിട്ടെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? കുറേ കഴിയുമ്പോൾ അത് ഇവിടെ ബോട്ടത്തിൽ പോയി കിടക്കും. വെള്ളമല്ലേ, അതെപ്പോഴും എവിടെ പോയി നിൽക്കും? ബോട്ടത്തിൽ പോയി നിൽക്കും. അപ്പം മെഷീനൊക്കെ ഡ്രൈ ആയിരിക്കും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആക്സിലേഷൻ കൊടുത്താൽ എന്ത് സംഭവിക്കും? എഞ്ചിൻ പെട്ടെന്ന് സ്റ്റാർട്ടാവുകയും പെട്ടെന്ന് തന്നെ RPM കൂടുകയും ചെയ്യും. നമ്മൾ ആക്സിലേഷൻ കൊടുക്കാതിരിക്കുമ്പോൾ എഞ്ചിൻ്റെ RPM 900 റൗണ്ടാണ് പെർ മിനിറ്റ്. അത് മീറ്ററിൽ കണ്ടിട്ടുണ്ട് ആരെങ്കിലും? ഇൻറ്റു 1000 RPM നിന്ന് ഈ ഡാഷിൽ എഴുതിയിട്ടുണ്ട്, ആ ഡാഷ്ബോർഡിൽ എഴുതിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ? പെട്രോൾ കാറിന് 0 to 9000 വരെ ഉണ്ട്. പിന്നെ ഡീസൽ കാറാണെങ്കിൽ 6000 ആണ് RPM, മാക്സിമം RPM. ചില കാറുകൾക്ക് ഈ 9 എന്നുള്ളത് 10ഉം 11ഉം ഉണ്ട്. പക്ഷേ കോമൺ ആയിട്ടുള്ള കാറുകൾക്കെല്ലാം എഞ്ചിൻ RPM എന്ന് പറയുന്നത് എന്താണ്? RPM റവല്യൂഷൻ പെർ മിനിറ്റ് അല്ലെങ്കിൽ റൊട്ടേഷൻ പെർ മിനിറ്റ്, അതായത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ റൊട്ടേഷനാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ 0 സ്പീഡിൽ, അത് 0 ആക്സിലേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മിനിറ്റിൽ എത്ര റൗണ്ടായിരിക്കും എഞ്ചിൻ്റെ RPM? 900 റൗണ്ടാണ് ഒരു മിനിറ്റിൽ എഞ്ചിൻ RPM. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആക്സിലേഷൻ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ആക്സിലേഷൻ കൊടുക്കുന്നതനുസരിച്ച് എഞ്ചിൻ്റെ RPM കൂടും. എങ്ങനെ കൂടും? എങ്ങനെ ആക്സിലേഷൻ കൂടുന്നത്? എന്ത് ചെയ്യുമ്പോൾ ആക്സിലേഷൻ കൂടുന്നത്? നമ്മൾ മൂന്നാമത്തെ പെഡൽ ചെയ്യുമ്പോൾ, ഫസ്റ്റ് പെഡലിൽ പ്രസ് ചെയ്യുമ്പോൾ അല്ലേ, അപ്പോഴാണ് എന്ത് പറ്റുന്നത്? എഞ്ചിൻ RPM കൂടുന്നത്.